കഴിഞ്ഞ വീക്ക് മാൻ സിറ്റിനെ ബീറ്റ് ചെയ്ത മാൻ യുണൈറ്റഡ് ഈ വീക്ക് ആർസണലിനെ ബീറ്റ് ചെയ്തു. ആൻഡ് മൈക്കൽ കാരിക്കിന്റെ ടീമാണ് എമിറേറ്റ്സിൽ ഈ സീസണിൽ ആദ്യമായിട്ട് ആർസണലിനെ ബീറ്റ് ചെയ്യുന്ന ടീം. ഞാനൊരു യുണൈറ്റഡ് ഫാൻ ആയതുകൊണ്ട് കുറെ പേര് എന്നോട് ഈ കളിയുടെ മാച്ച് റിയാക്ഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊരു ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ട് വേണം സംസാരിക്കാൻ. ലാസ്റ്റ് എമിറേറ്റ്സിൽ വന്ന് തന്നെ സ്മാഷ് ചെയ്തു, അതും ഒരു പ്രോപ്പർ മാനേജർ പോലും ഇല്ലാണ്ട്. എനിവേസ്, വെൽക്കം ടു ദ ടാറ്റിക്സ് ബോർഡ്. ആൻഡ് ഈ വീഡിയോയില് മൈക്കൽ കാരിക്ക് എന്തൊക്കെ ടാറ്റിക്സ് യൂസ് ചെയ്താണ് ആർസണലിനെയും ആർട്ടറ്റയെയും ബീറ്റ് ചെയ്തതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ മാൻ യുണൈറ്റഡ് ഈ ഗെയിമില് ഈ ഒരു 4-2-3-1 ഷേപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ലാമിൻസ് ഇൻ ഗോൾ, ബാക്ക് ഫോറില് റൈറ്റ് ബാക്ക് ആയിട്ട് ഡാലോട്ട്, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലൂക്ക് ഷോ, സെന്റർ ബാക്സ് ആയിട്ട് റൈറ്റ് സൈഡിൽ മഗ്വയറും ലെഫ്റ്റ് സൈഡിൽ മാർട്ടീനിയസും. മിഡ്ഫീൽഡിലെ ഡബിൾ പിവറ്റ് കസിമിറും മൈനുമായിരുന്നു. ആൻഡ് മിഡ്ഫീൽഡിലെ അറ്റാക്കിംഗ് 3 അമാദ് റൈറ്റ് വിംഗിലും ഡോർഗു ലെഫ്റ്റ് വിംഗില് ആൻഡ് ബ്രൂണോ നമ്പർ 10 റോളില്. ലീഡിംഗ് ദ ലൈൻ ബ്രയൻ എംബോയിമോ. ഞാൻ കുറെ പേര് ഓൾറെഡി പ്രൊഡിക്ട് ചെയ്തിരുന്നു മൈക്കൽ കാരിക്കിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഇതായിരിക്കുന്നത്. കാരണം ഈ സെയിം ടീമാണ് മാൻ സിറ്റി ആയിട്ട് കളിച്ചത്. ആൻഡ് ആ പെർഫോമൻസ് അത്രയ്ക്കും ബ്രില്യന്റ് ആയതുകൊണ്ട് കാരിക്ക് ഈ ടീം ചേഞ്ച് ചെയ്യാത്തത് അത്ര വലിയ സർപ്രൈസ് ഒന്നുമല്ല. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതായത് കാരിക്ക് മാൻ സിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന സെയിം ടാറ്റിക്സ് ആയിരിക്കുമോ ഈ ഗെയിമിലും യൂസ് ചെയ്യണമെന്ന്. ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഡിഫെൻസീവ്ലി മൈക്കൽ കാരിക്ക് ആ സെയിം ടാറ്റിക്സ് ആണ് യൂസ് ചെയ്തത്. ഇത് ഒരു 4-2-3-1 ഷേപ്പ് ആണെങ്കിലും ഡിഫെൻഡ് ചെയ്യുമ്പോൾ യുണൈറ്റഡ് ഒരു 4-4-2 അല്ലെങ്കിൽ ഒരു 4-4-1-1 ഷേപ്പിലേക്ക് ഷിഫ്റ്റ് ആവും. വിങ്ങേഴ്സ് ആയ അമാദും ഡോർഗു കസിമിറോനെയും മൈനുനെയും ഹെൽപ്പ് ചെയ്യാൻ മിഡ്ഫീൽഡിലേക്ക് ട്രാക്ക് ബാക്ക് ചെയ്യും. ആൻഡ് എംബോയിമോയും ബ്രൂണോയും ആണെങ്കിൽ ഏതാണ്ട് ഒരേ ലൈനിലാണ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. യുണൈറ്റഡ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഡിഫെൻഡ് ചെയ്യുവാണെങ്കിൽ അമാദും ഡോർഗു റൈറ്റ് വിങ്ങിനും ലെഫ്റ്റ് വിങ്ങിനും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും വരെയാവും. ആൻഡ് ഫൈനലി ഈ 4-man ഡിഫൻസ് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6-man ഡിഫൻസ് ആവും. യുണൈറ്റഡ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തത് കൊണ്ട് ഈ ഒരു ലോ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ ആർസണലിനെ കൊണ്ട് പറ്റിയില്ല. ഈ ഒരു ലോ ബ്ലോക്ക് കളിച്ചത് കൊണ്ട് ആർസണലിന് മിഡിലിൽ കൂടെ കളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പലപ്പോഴും ആർസണലിന് വിങ്ങിലേക്ക് ബോൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ വിങ്ങിൽ കൂടെ ആർസണൽ കളിക്കുമ്പോൾ അവരുടെ ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. സാക്കിക്ക് ബോൾ കിട്ടുമ്പോൾ ആ ബോൾ ക്യാരി ചെയ്ത് സാക്ക ബൈലൈൻ വരെ പോകും. ആൻഡ് ഈ സമയത്ത് റൈറ്റ് ബാക്ക് ആയ ടിംബർ ഒരു അണ്ടർലാപ്പ് റൺ ഉണ്ടാക്കും. ആൻഡ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഫുൾ ബാക്കിന് ഒരു കൺഫ്യൂഷൻ വരും, സാക്കേനെ മാർക്ക് ചെയ്യണോ അതോ ടിംബറിനെ മാർക്ക് ചെയ്യണോ എന്ന്. ഈ ഒരു 2-on-1 സിറ്റുവേഷൻ ആണ് ആർസണൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷെ ഈ ഗെയിമില് ഡോർഗു ബാക്കിലേക്ക് പുഷ് ചെയ്യണേ കൊണ്ട് ടിംബർ അണ്ടർലാപ്പ് റൺസ് ഉണ്ടാക്കുമ്പോൾ ഡോർഗു ടിംബറിനെ മാർക്ക് ചെയ്യും. ആൻഡ് ലൂക്ക് ഷോന് ഒരു ഡൗട്ടും ഇല്ലാണ്ട് സാക്കിനെ തന്നെ പ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ടാക്ടിക്സ് കളിക്കണമെങ്കിലും ഫുൾ ബാക്കിന് ഓപ്പോസിറ്റ് വിംഗറിനെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് മാനേജറിന് വേണം. ആൻഡ് കാരിക്കിന് ലൂക്ക് ഷോന്റെ എബിലിറ്റിയിൽ 100% വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി മാച്ചിനെ സ്റ്റാൻസ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻസും ഏറ്റവും കൂടുതൽ ടാക്കിൾസും ജയിച്ച യുണൈറ്റഡ് പ്ലെയർ ലൂക്ക് ഷോ തന്നെയായിരുന്നു. ഈ ഒരു ടാറ്റിക്സ് മാൻ സിറ്റി ആയിട്ടും ആർസണലായിട്ടും വർക്ക് ചെയ്തു. പക്ഷെ കാരിക്ക് എല്ലാ ഗെയിമിലും ഇത് കളിക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് ഫുൾഹാം ആയിട്ടുള്ള ഗെയിമില് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കാരിക്ക് ഈ സെയിം ടാറ്റിക്സ് വച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളാണോ അതോ ഗെയിം ബൈ ഗെയിം തന്റെ ടാറ്റിക്സ് മാറ്റുന്ന ഒരാളാണോ എന്ന്. മാൻ സിറ്റിയും ആർസണലും പൊസിഷൻ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ടീംസ് ആണ്. പക്ഷെ ഫുൾഹാം ആണെങ്കിലോ ലോ ബ്ലോക്ക് കളിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് ആ ഗെയിമില് ബോൾ ഇല്ലാത്തപ്പോ കാരിക്ക് എന്ത് ടാറ്റിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി നമുക്ക് യുണൈറ്റഡിന്റെ ഫോർവേഡ് പ്രസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ആർസണലും 4-2-3-1 ഷേപ്പ് കളിക്കണമെങ്കിലും അവര് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു ഫോർമേഷനിലാണ് അവര് ബോൾ പ്രോഗ്രസ് ചെയ്യണത്. അതായത് ഫുൾ ബാക്സ് മുമ്പിലേക്ക് പുഷ് ചെയ്യും. ആൻഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒന്നെങ്കിൽ അത് സുബിമെന്റി ആയിരിക്കും അല്ലെങ്കിൽ അത് റൈസ് ആയിരിക്കും. അവരാണ് ഒരു തേർഡ് സെന്റർ ബാക്ക് ആയിട്ട് ആക്ട് ചെയ്യണത്. റായക്കുള്ള പാസിംഗ് ഓപ്ഷൻസ് ആണ് സുബിമെന്റിയും സലീബയും ഗബ്രിയലും. ആൻഡ് ഇവർക്ക് ആർക്കെങ്കിലും ബോൾ കിട്ടുമ്പോൾ ഇവർക്ക് മുമ്പിലും ഓപ്ഷൻസ് ഉണ്ട്. ഓഡഗാർഡും റൈസും ബാക്കിലേക്ക് പുഷ് ചെയ്യും ബോൾ റിസീവ് ചെയ്യാൻ. ആൻഡ് ടിംബറും ഹിൻകാപ്പയും വിങ്സിലും ഉണ്ടാവും. യുണൈറ്റഡ് സിറ്റിനെ ഫേസ് ചെയ്തപ്പോ കൂഷ്നോനും അലീനും ബോൾ കിട്ടുമ്പോൾ തന്നെ അവരെ പ്രസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഗെയിമില് ആ ടാക്ടിക്സ് അല്ല യുണൈറ്റഡ് യൂസ് ചെയ്തത്. ഇവർക്ക് മൂന്നുപേർക്കും ബോൾ കിട്ടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇവരെ യുണൈറ്റഡ് പ്രസ് ചെയ്തില്ല.
പകരം അവരുടെ പാസിംഗ് ഓപ്ഷൻസ് ആണ് യുണൈറ്റഡ് ക്യാൻസൽ ഔട്ട് ചെയ്തത്. യുണൈറ്റഡിന്റെ ഫോർവേഡ് പ്രസിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു: സുബിമെന്റിയും സലീബയും ആയിട്ടുള്ള ഏരിയ ബ്രൂണോ മാർക്ക് ചെയ്യും, ആൻഡ് സലീബയും ഗബ്രിയാലും ആയിട്ടുള്ള ഏരിയ എംബോയിമോ മാർക്ക് ചെയ്യും. പുറകിന്ന് ഓഡഗാർഡും റൈസും പുഷ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒപ്പം തന്നെ മൈനും കസിമീറോ പുഷ് ചെയ്യും. ആൻഡ് ഫുൾ ബാക്സിനെ മാത്രം ഡോർഗും അമാദും ക്ലോസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് യുണൈറ്റഡ് ഈ ഗെയിമിൽ അവരുടെ ഈക്വലൈസർ സ്കോർ ചെയ്തത്. സലീബയ്ക്ക് ഇവിടെ ബോൾ കിട്ടുമ്പോൾ ആരും സലീബിനെ പ്രസ് ചെയ്യാനുള്ള, ആൻഡ് സലീബ ആണെങ്കിൽ റൈസിന് ബോൾ പാസ് ചെയ്തു. ഇവിടം തൊട്ട് യുണൈറ്റഡിന്റെ പ്രസിംഗ് സ്റ്റാർട്ടായി. റൈസിന് തൊട്ട് പുറകിൽ കസിമീറോ ഉള്ളത് കൊണ്ട് റൈസിനെ ടേൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോ റൈസിനുള്ള ആകെ ഓപ്ഷൻ സുബിമെന്റിക്ക് പാസ് ചെയ്യുമെന്നാണ്. സുബിമെന്റിക്ക് ബോൾ റിസീവ് ചെയ്തപ്പോ തന്റെ മുമ്പിൽ ബ്രൂണോ, ആൻഡ് വിങ്ങിലേക്ക് പാസ് ചെയ്യാൻ നോക്കിയാൽ അവിടെ ടിംബറിനെ ഡോർഗു മാർക്ക് ചെയ്തേക്കണം. അതുകൊണ്ട് സുബിമെന്റി തിരിച്ച് സലീബയ്ക്ക് പാസ് കൊടുക്കും. സലീബയ്ക്കും ഈ സെയിം ഇഷ്യൂസ് ആണ് ഫേസ് ചെയ്തത്. മുമ്പിലേക്ക് നോക്കിയാൽ റൈസിനെയും ഓഡഗാർഡിനെയും മൈനും കസിമീറോ മാർക്ക് ചെയ്തേക്കണം. ആൻഡ് ഗബ്രിയലിനുള്ള പാസിംഗ് ലൈൻ എംബോയിമോ കട്ട് ഓഫ് ചെയ്തേക്കണം. അതുകൊണ്ട് സലീബ സുബിമെന്റിക്ക് ഒരു റിട്ടേൺ പാസ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ ബ്രൂണോ ഫുള്ളായിട്ട് സുബിമെന്റിയുടെ നേരെ അറ്റാക്ക് ചെയ്തു. ആൻഡ് അതുകൊണ്ട് സുബിമെന്റിക്ക് ബോൾ പെട്ടെന്ന് റിലീസ് ചെയ്യണമായിരുന്നു. ഈ ഒരു പ്രഷർ കാരണം സലീബയ്ക്ക് തിരിച്ച് പാസ് കൊടുക്കാൻ നോക്കിയപ്പോ സുബിമെന്റിന്റെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരും. ആൻഡ് ഈ പാസ് ബ്രയൻ എംബോയിമോ ആയിരിക്കും ഇന്റർസെപ്റ്റ് ചെയ്യണത്. ഇവിടുന്ന് എംബോയിമോ ഡേവിഡ് റായനെ ബീറ്റ് ചെയ്ത് സ്കോർ ചെയ്യും. ഇനി നമുക്ക് യുണൈറ്റഡിന്റെ അറ്റാക്കിംഗ് ടാക്ടിക്സ് നോക്കാം. യുണൈറ്റഡിന്റെ ഫോർമേഷൻ മാൻ സിറ്റി ഗെയിമിലെ പോലെ ഈ 4-2-3-1 ഷേപ്പിലാണെങ്കിലും ആ ഗെയിമും ഈ ഗെയിമുമായിട്ട് ചെറിയ ടാക്ടിക്കൽ ഡിഫറൻസസ് ഉണ്ട്. മാൻ സിറ്റി ആയിട്ടുള്ള ഗെയിം നോക്കുവാണെങ്കിൽ അമാദും ഡോർഗും പക്ക വിങ്ങേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ആൻഡ് ഈ ഗെയിമില് അങ്ങനെ ആയിരുന്നില്ല. ബോൾ ഡോർഗുവിന്റെ കയ്യിലാണെങ്കിൽ ഒരു ഇൻസൈഡ് ഫോർവേഡ് ആയിട്ടാണ് ഡോർഗു ആക്ട് ചെയ്തത്. ആൻഡ് അമാദ് ആ സമയത്ത് വിങ് ഹോൾഡ് ചെയ്യും. ഇൻ കേസ് അമാദിന്റെ കയ്യിലാ ബോളെങ്കിൽ പുള്ളി ഇൻസൈഡിലേക്ക് കട്ട് ചെയ്യും ആൻഡ് ഡോർഗു ആ വിത്ത് ഹോൾഡ് ചെയ്യും. ഇതിന്റെ ഒപ്പം തന്നെ തന്റെ പ്ലേയേഴ്സ് തമ്മിൽ അത്ര വലിയ ഗ്യാപ്പ് വരാൻ പാടില്ലെന്നും ക്യാരക്ടർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബിൽഡപ്പില് കസിമീറോ മാർട്ടീനസിനെ മഗ്വയറിനെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ മൈനു ഈ ഗ്യാപ്പ് കവർ ചെയ്യും. ആൻഡ് മൈനുവിന്റെ ബോൾ കിട്ടുമ്പോൾ ഈസി ആയിട്ട് ബ്രൂണോനെ പാസ് ചെയ്യാം. അതിനൊപ്പം തന്നെ ബ്രൂണോന് ഓപ്ഷൻ ആയിട്ട് എംബോയിമോം അമാദും ഡോർഗുവും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നമ്പർ 10 റോളാണ് ബ്രൂണോന്റെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ. ആൻഡ് സർപ്രൈസ് തന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനെ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഇട്ടപ്പോ ടീം നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. ഈ ഗെയിമില് മാർട്ടീനസ് കഴിഞ്ഞാൽ ബോൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ആൻഡ് ഡോർഗുവിന്റെ ഗോള് ഒരു സ്പെക്ടാക്കുലർ ഗോൾ ആണെങ്കിലും അതിന് മുമ്പത്തെ ബിൽഡപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബ്രൂണോയും ഡോർഗുവും ആയിട്ടുള്ള ആ കണക്ഷൻ. ഡോർഗു ബോൾ വെച്ച് ഇൻസൈഡ് കട്ട് ചെയ്തു. ബ്രൂണോ ആയിട്ട് 1-2 കളിച്ചിട്ടാണ് ലാസ്റ്റ് ഡോർഗു ആ ഷോട്ട് എടുക്കുന്നത്. ഓവറോൾ ഇതായിരുന്നു യുണൈറ്റഡിന്റെ അറ്റാക്കിംഗ് പ്ലാൻ. ആർസണൽ 2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3. എന്തൊക്കെ ബഹളമായിരുന്നു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ്. ലീഗ് ലീഡേഴ്സ്, പൊട്ടൻഷ്യൽ ചാമ്പ്യൻ, യൂറോപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ്. എന്നിട്ട് എന്തായി? ലാസ്റ്റ് എമിറേറ്റ്സിൽ വന്ന് തന്നെ സ്മാഷ് ചെയ്തു. അതും ഒരു പ്രോപ്പർ മാനേജർ പോലും ഇല്ലാണ്ട്. മൈക്കൽ കാരക്ക് ഒരു ഇന്റർം മാനേജറാണ് നമ്മൾ ഓർക്കണം. എന്നിട്ട് യൂറോപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മാനേജർ, ഒരു ട്രോഫി പോലും ജയിച്ചിട്ടില്ല. പണ്ടെങ്ങാണ്ട് ഒരു FA കപ്പ് ജയിച്ചു. അതിന്റെ ഹൈപ്പിൽ ഇപ്പോഴും കിടക്കണ മിക്കേൽ ആർട്ടറ്റ ബെസ്റ്റ് മാനേജർ ഇൻ യൂറോപ്പ് കറന്റ്ലി, പുള്ളിനെ പൊട്ടിക്കുകയും ചെയ്തു. ഇനി എന്താ പറയാനുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ വീക്ക് സിറ്റിനെ തോപ്പിച്ചു, ഈ വീക്ക് ആർസണൽ തോപ്പിച്ചു. ഇനി ബാക്കി 15 ഗെയിംസ് ഉണ്ട്. വേണമെങ്കിൽ 15 ഞങ്ങൾ ജയിച്ച് കാണിച്ചു തരാം. 15 സ്ട്രൈറ്റ് Ws. 10-13 വർഷമായിട്ട് ടൈറ്റിൽ റേസിൽ പോലും ഇല്ലാത്ത യുണൈറ്റഡ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഞങ്ങളാണ് ഇപ്പോഴും ടൈറ്റിൽ റേസ് എങ്ങോട്ട് പോകുന്നത് ഡിസൈഡ് ചെയ്യണത്. അതാണ് പെഡിഗ്രി, അല്ലെങ്കിൽ മൊറീനിയോ പറഞ്ഞ പോലെ അതാണ് ഫുട്ബോൾ ഹെറിറ്റേജ്. സോ ആർസണൽ ഫാൻസ് ഇച്ചിരി ഹമ്പിൾ ആവ്, ഹാളൻഡ് പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ഇത് കാണുന്ന യുണൈറ്റഡ് ഫാൻസ്